പ്രിയപ്പെട്ട ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളെ ഇവിടെയും ആലുവായ്ക്കപ്പുറം ഒരു സ്ഥലമുണ്ട്. അവിടെ എന്താണ് വലിയ മരക്കുരിശൊക്കെ തോളിലേറ്റ് വെച്ച് ഓരോരുത്തർ എന്താണ് അടിയേറ്റ് തന്നെത്താൻ അടിച്ചിട്ടൊക്കെ കരഞ്ഞുകൊണ്ട് കയറിപ്പോ ദൈവം വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടമേറ്റും. അതൊന്ന് അംഗീകരിപ്പാനും വിശ്വസിപ്പാനും മാത്രമായിരിക്കുന്ന സിമ്പിൾ കാര്യം ദൈവം പറഞ്ഞപ്പോഴേ അതിനെ അംഗീകരിപ്പാൻ മനസ്സില്ലാതെ ദൈവം യേശുക്രിസ്തു നമ്മുടെ പാപച്ചുമട് ചുമന്നിട്ടും വീണ്ടും വീണ്ടും തന്നെത്താൻ ചുമക്കുക. യേശുക്രിസ്തുവിനുള്ള ശത്രുത്വമാണ്, യേശുക്രിസ്തുവിനുള്ള വെറുപ്പാണ് ഈ കാണിക്കുന്ന ഓരോന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുരിശുമുട്ടിൽ വണങ്ങുന്നത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. യേശുക്രിസ്തു ചുമന്നു കൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടാം. അങ്ങനെ നമ്മുടെ പാപ ചുമട് ഏറ്റിക്കൊണ്ട് അവൻ ഗോൽഗോഥാ മലമുകളിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റ് എഴുത വഴി ദൈവം പറയുന്ന പിന്നെ പ്രിയപ്പെട്ട ആ നല്ല ഭവനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങളെ വിട്ട് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മാത്രം നമ്മുടെ രക്ഷകനും കർത്താവും ആരാധനയ്ക്കും യോഗ്യനായിട്ട് എണ്ണുന്നതാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം വേണം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിപ്പാൻ. അതിനാണ് സ്നാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഇടവും വലവും 2 കള്ളന്മാരെ ക്രൂശിച്ചു. അതിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടിട്ട് ആ യേശുക്രിസ്തുവിനോട് മരിച്ചു, അവന് നിത്യരക്ഷ കിട്ടി. മറ്റേ കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ചു, പക്ഷെ അവരെന്താണ് രക്ഷ കിട്ടിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാനസാന്തരപ്പെട്ടതിന് ശേഷം വേണം നമ്മൾ യേശുക്രിസ്തുവിനോട് മരിക്കുക എന്ന സ്നാനത്തിലേക്ക് വരാൻ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ മുദ്ര, ആ അധികാരം, ആ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നത് എന്താണ്? ഈ അധികാരമുള്ളത് കൊണ്ടാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മളോട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കത്തില്ലയോ? അതില്ല നമുക്ക് അങ്ങോട്ട് കയറാനൊക്കത്തില്ല, ആധാർ കാർഡ് ചോദിച്ചില്ലയോ എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പരിശുദ്ധാത്മാവിനാണ് മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ അക്കരെ ദേശത്തേക്കുള്ള യാത്രയിൽ, അക്കരെ ദേശത്തെ നമ്മുടെ ഭവനവും ഉറപ്പാണ്.